നമസ്കാരം. താൻ താമസിക്കുന്ന ക്ലബ് ഹൗസിൽ എത്ര മുറികളുണ്ടെന്ന് മകൻ അറിയില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തോടെ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ക്ലിഫ് ഹൗസ് എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി കെട്ടിടം. കേരള സംസ്ഥാന പിറവിക്ക് ശേഷം ആദ്യം മുഖ്യമന്ത്രിയായ EMS മുതലുള്ള മുഖ്യമന്ത്രിമാരിൽ ഭൂരിഭാഗം പേരും താമസിച്ചിരുന്നത് ക്ലിഫ് ഹൗസിലാണ്. എന്നാൽ ചിലപ്പോൾ ക്ലിഫ് ഹൗസ് വിവാദങ്ങളുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. കരുണാകരൻ നീന്തൽക്കുളവും പിണറായി വിജയൻ കാലിത്തൊഴുത്തും നിർമ്മിച്ചത് ക്ലിഫ് ഹൗസിൽ തന്നെയാണ്. ദേവസ്വം വകുപ്പിന്റെ ചാർജ് ഉണ്ടായിരുന്ന ദിവാൻ പേഷ്കാർക്ക് താമസിക്കാൻ തിരുവിതാംകൂർ രാജഭരണകാലത്ത് 1939 ക്ലിഫ് ഹൗസിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1942 ക്ലിഫ് ഹൗസിന്റെ പണി പൂർത്തിയായതായിട്ടാണ് സർക്കാർ രേഖകളിലുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് എക്സൈസ് കമ്മീഷണർ ഈ വസതിയിൽ താമസിച്ചിരുന്നു. മഹാത്മാഗാന്ധിയും ഈ കെട്ടിടത്തിൽ താമസിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പൊതുമരാമത്ത് വകുപ്പ് മന്ദിരം ഏറ്റെടുത്ത് ഗസ്റ്റ് ഹൗസായി ഉപയോഗിച്ചു. 1957 മുതൽ കെട്ടിടം മുഖ്യമന്ത്രിമാരുടെ വസതിയായി. വിവിധ സർക്കാരുകളുടെ കാലത്ത് പഴക്കമുള്ള ഈ കെട്ടിടം ഇടിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന നിർദ്ദേശം ഉയർന്നു. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടമായതിനാൽ ഒരു സർക്കാരും ഇതിന് മുതിർന്നില്ല. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നവീകരണ പ്രവർത്തനങ്ങളും തൊഴുത്ത് നിർമ്മാണവും ഉൾപ്പെടെ നടന്നിരുന്നു. തിരുവനന്തപുരം നന്ദൻകോടുള്ള ക്ലിഫ് ഹൗസിന് 15,000 ചതുരശ്ര അടിയാണ് വലുപ്പം. മൊത്തം 4.2 ഏക്കറാണ് ക്ലിഫ് ഹൗസ് വളപ്പ്. ഇതിനുള്ളിൽ വേറെ മന്ദിരങ്ങളുണ്ട്. കേരളീയ വാസ്തുശില്പ രീതിയും കൊളോണിയൽ ഇംഗ്ലീഷ് വാസ്തുശില്പ രീതിയും സംയോജിപ്പിച്ചതാണ് മന്ദിരത്തിന്റെ രൂപകൽപ്പന. 7 കിടപ്പുമുറികളും ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക വാസസ്ഥലങ്ങളും ഇവിടെയുണ്ട്. മറ്റേത് ഔദ്യോഗിക വസതിയെയും പോലെ വീടിനുള്ളിൽ ഒരു ഓഫീസ് സൗകര്യങ്ങളുമില്ല. വീട് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സ്വകാര്യ ഉപയോഗത്തിന് മാത്രമുള്ളതാണ്. എങ്കിലും ക്ലിഫ് ഹൗസിനുള്ളിൽ ഒരു കോൺഫറൻസ് മുറി സജ്ജമാക്കിയിട്ടുണ്ട്. ഇത് അനൌദ്യോഗിക യോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വീടിന് വലിയ 4 വരാന്തകളുണ്ട്. ഇതിൽ കിഴക്കേ വരാന്തയ്ക്കാണ് ഏറ്റവും വലിപ്പമുള്ളത്. കിഴക്കേ മുറിയാണ് പ്രധാനമായും ഔപചാരിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മുറി. ഇവിടെയാണ് അതിഥികളെ സ്വീകരിക്കുന്നത്. ഔപചാരിക ആവശ്യങ്ങൾക്കായി 2 സ്വകാര്യ മുറികൾ കൂടി ഇവിടെയുണ്ട്. ഒരു സ്വകാര്യ ഓഫീസ്, ലൈബ്രറി, കോൺഫറൻസ് മുറി, പ്രൈവറ്റ് സ്റ്റാഫിന്റെ ഓഫീസുകൾ എന്നിവ കിഴക്കേ വശത്താണുള്ളത്. ഒരു സ്വകാര്യ ലിവിംഗ് റൂമും ഭക്ഷണമുറിയും പടിഞ്ഞാറ് വശത്ത് മറ്റു മുറികളോടൊപ്പമുണ്ട്. മിക്ക കിടപ്പുമുറികളും 2ാം നിലയിലാണ്. പ്രൈവറ്റ് സെക്രട്ടറിമാർ, അസിസ്റ്റന്റ്മാർ, സെക്യൂരിറ്റി സ്റ്റാഫ് മുതലായവരുടെ താമസ സൗകര്യം പ്രധാന ഭവനത്തിന് പുറത്താണ്. റോസ് മുതൽ ഓർക്കിഡും റംബുട്ടാനും വരെ ക്ലിഫ് ഹൗസ് വളപ്പിലുണ്ട്. 100-ൽ പരം ചെടികൾ. ഇതെല്ലാം നോക്കാൻ ജീവനക്കാരുമുണ്ട്. മികച്ച കന്നുകാലി ഇനങ്ങളിലൊന്നായ സഹിവാൾ ഉൾപ്പെടെ 4 പശുക്കൾ. ജേഴ്സി, വെച്ചൂർ, ഹോൾസ്റ്റൈൻ ഇനത്തിൽപ്പെട്ടതുമുണ്ട്. കന്നുകുട്ടികൾ 3 എണ്ണം. ദിവസം 8 മുതൽ 12 ലിറ്റർ വരെ പാല് ലഭിക്കുന്നുണ്ട്. പാവൽ, പടവലം, കോവൽ, വെണ്ട, പയർ, തക്കാളി തുടങ്ങിയവയ്ക്ക് പുറമെ ശീതകാല പച്ചക്കറികളും അലങ്കാര ചെടികളും കൃഷി ചെയ്യുന്നു. ഭരണനിർവഹണ സ്ഥാപനമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 കിലോമീറ്റർ മാത്രം അകലെയാണ് ക്ലിഫ് ഹൗസ്. കരുണാകരൻ രാജിവെച്ചതിനെ തുടർന്ന് 1995-96 AK ആന്റണി വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം വസതിയായ അഞ്ജനവും അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി 2005-2006 കാലയളവിൽ സ്വന്തം വസതിയായ പുതുപ്പള്ളി ഹൗസുമാണ് ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചത്. പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിലേക്ക് മാറിയിരുന്നു. കരുണാകരനായി നീന്തൽക്കുളം നിർമ്മിച്ചത് അന്ന് ഏറെ ചർച്ചയായിരുന്നു. കരുണാകരന്റെ കാലത്ത് നിർമ്മിച്ച കുളത്തിൽ തന്റെ പട്ടി ടോമിയെ കുളിപ്പിക്കും എന്നായിരുന്നു നായനാർ പറഞ്ഞത്. മുഖ്യമന്ത്രിയായി ആദ്യം ക്ലിഫ് ഹൗസിൽ ചെന്നപ്പോൾ ടോമിയെ നീന്തൽക്കുളം കാണിക്കുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. കരുണാകരന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കല്യാണി തങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിനായി ഒരു വലിയ പച്ചക്കറി തോട്ടം പരിപാലിച്ചിരുന്നു. AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ താല്പര്യത്തിൽ ഒരു വാഴത്തോട്ടം ഉണ്ടായിരുന്നു. 3 വർഷത്തിന് മുൻപാണ് 35 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കാലിത്തൊഴുത്ത് നിർമ്മിച്ചത്.